ഇതൊരു പറഞ്ഞാൽ എന്താ പറയാ, സ്നേഹവീട്. അതിലപ്പുറം അതെന്നും കാത്തു സൂക്ഷിച്ചു വെക്കും. രണ്ട് ബെഡ്റൂമും ഒരു അടുക്കളയും രണ്ട് ബെഡ്റൂമും ഒരു ഹാളും ഒരു കൊച്ചു ഫാമിലിക്ക് താമസിക്കാനുള്ള അത്യാവശ്യം. ചേച്ചി ഒരു കൊച്ചു ഫാമിലിയാണ്. ഇപ്പം ഞങ്ങൾ 3.5 എൻ്റെ ഹസ്ബൻഡ് മരിച്ചു പോയി, 8 മാസം ആയതേ ഉള്ളൂ. അപ്പം അതിൻ്റെ ബേസിലാണ് ഇവരെനിക്കത് സാധിച്ചു തന്നത്. ഭർത്താവിന് സുഖമില്ലാവുന്നപ്പോൾ അവരെല്ലാവരും കൂടെ കാണാൻ വന്നു. അപ്പം ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുവാണ് ഞങ്ങൾ. അപ്പം അവരുടെ മനസ്സിൽ തോന്നിയൊരാശയാണ്. നമ്മളിപ്പോൾ ഈ ശൂരനാട് കൊണ്ടിമുക്കം എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. ഒരു വീട് കാണിക്കാൻ വേണ്ടി. വീട് കാണിക്കാന്ന് പറയുമ്പോഴേ ഇതിന് വലിയ പ്രത്യേകതയുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ആദ്യം 3 പേര്, അതായത് 93 ബാച്ചിലുള്ള 3 പെൺകുട്ടികൾ ചേർന്ന് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. അത് പിന്നെ അവർ കൂടുതൽ ആളൊക്കെ ചേർത്ത് 103 പേര് അപ്പോൾ ആ ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ അവർ തുടങ്ങി വെച്ച സംരംഭം എന്ന് പറഞ്ഞാൽ ഒത്തിരി പേരെ സഹായിക്കാനും ചാരിറ്റബിൾ ഒരുപാട് പേരെ സഹായിക്കുന്ന തരത്തിലേക്കുള്ള ഇടപെടലുകളൊക്കെ കിടന്നിട്ട് അക്കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കൊച്ചിന് ഒരു വീടൊക്കെ അവർ വെച്ചു കൊടുത്തു. ഡോറ് തോന്നുന്നു. ഇത് ഹാളല്ലേ? ഇത് ഹാള്. അവിടെ ചെറിയ നമുക്ക് പൂജയൊക്കെ ചെയ്യാൻ പറ്റിയ ചെറിയൊരു സംഭവം അവിടെ ചെയ്യാം. 2 ബെഡ്റൂം അല്ലേ? 2 ബെഡ്റൂം. 2 ബെഡ്റൂം. അപ്പം ബെഡ്റൂമിലോട്ട് പോയാലോ? ഓക്കെ. അപ്പം ഇതൊരു ബെഡ്റൂം. 2 ബെഡ്റൂമും ഒരു അടുക്കളയും 2 ബെഡ്റൂമും ഒരു ഹാളും ഒരു കൊച്ചു ഫാമിലിക്ക് താമസിക്കാനുള്ള അത്യാവശ്യം. ചേച്ചി ഒരു കൊച്ചു ഫാമിലിയാണ്. ഇപ്പം ഞങ്ങൾ 3.5 എൻ്റെ ഹസ്ബൻഡ് മരിച്ചു പോയി, 8 മാസം ആയതേ ഉള്ളൂ. അപ്പം അതിൻ്റെ ബേസിലാണ് ഇവരെനിക്കത് സാധിച്ചു തന്നത്. ഭർത്താവിന് സുഖമില്ലാവുന്നപ്പോൾ അവരെല്ലാവരും കൂടെ കാണാൻ വന്നു. അപ്പം ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുവാണ് ഞങ്ങൾ. അപ്പം അവരുടെ മനസ്സിൽ തോന്നിയൊരാശയാണ്. ഞാനത് സന്തോഷത്തോടെ സ്വീകരിച്ചു. അവരുടെ മനസ്സിലും ഒരുപാട് ആശയം ഇനിയുണ്ട്. ഒരുപാട് അല്ല, അതിനു മുമ്പ് തന്നെ ഈ ഒരു വാട്സപ്പ് കൂട്ടായ്മ തുടങ്ങിയ ഞങ്ങൾ 4 വ്യക്തികളിൽ ഒരാളാണ് ഞാൻ. എനിക്കാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ സഹായം കിട്ടിയിട്ടുള്ളത്. കാരണം ഞങ്ങൾ 3 പെണ്ണുങ്ങളും ഒരു ജെൻസും കൂടെ ചേർന്നെടുത്ത് ആ ഒരു കൊറോണ സമയത്ത് ആണ് ഈ വാട്സപ്പ് കൂട്ടായ്മ. ഞാനൊരിക്കൽ പോലും വിചാരിക്കുന്നുണ്ടോ എനിക്ക് ഈ വീട് കിട്ടുമെന്നോ എനിക്ക് ആ സഹായം കിട്ടുമെന്നോ. പക്ഷെ ഞങ്ങളുടെ ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ട് അത് രൂപീകരിച്ചു. ഒരുപാട് പേർക്ക് നമ്മൾ പുറത്ത് ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിൽ തന്നെ ഒരുപാട് പേര്. എനിക്ക് അന്നൊന്നും ഈ അവസ്ഥയില്ല, പിന്നീടാണ് എനിക്ക് ഈ അവസ്ഥയിലേക്ക് വന്നത്. അപ്പം ആ പ്രിയപ്പെട്ട കൂട്ടുകാരുണ്ട് ഇവിടെ അല്ലേ? അതെ അതെ, കുറേ കൂട്ടുകാർ ഞങ്ങളുടെ ഗ്രൂപ്പിൽ 100-ൽ-പരം ഫ്രണ്ട്സ് ഉണ്ട്. അവരെല്ലാം ഇപ്പം പ്രിയപ്പെട്ടതാണ്. ഇവര് ആരൊക്കെയാന്ന് പരിചയപ്പെടുത്താം. ഇത് ഞങ്ങളുടെ അഡ്മിൻ ഗ്രൂപ്പിലെ ചീഫ്, ഇത് ഞങ്ങളുടെ സെക്രട്ടറി അല്ല പ്രസിഡന്റ്, ഇത് ഞങ്ങളുടെ ട്രഷറർ. ഞങ്ങളുടെ ഈ ഒരു സ്നേഹവീട് കമ്മിറ്റിയിൽ ഷിഹാബ് സെക്രട്ടറി, ട്രഷറർ ഹരി, പ്രസിഡന്റ്, പിന്നെ സെക്രട്ടറി ഉണ്ട്. ഇത് ജയൻ തോമസ്, വിദേശ മലയാളി പ്രവാസിയാവൻ. ഞങ്ങളുടെ ഇതിനു വേണ്ടി വന്നതാണ്, പ്രോഗ്രാമിന് വേണ്ടി വന്നതാണ്. അങ്ങനെയാണ്. പുള്ളിക്കാരനും വിദേശത്തായിരുന്നു. അപ്പം അവര് ഇതിനു വേണ്ടി വന്നതാണ്. അപ്പം എല്ലാം എനിക്ക് എങ്ങനെയാ പറയണ്ടെന്ന് അറിയത്തില്ല. നന്ദി അതല്ലേ പറയാം. അതിൽ പരം എന്തെങ്കിലും വാക്കുകളുണ്ടോ എന്ന് ആരോടൊക്കെ നന്ദി പറയും. അങ്ങനെ പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരി, പുള്ളിക്കാരൻ, പിന്നെ ട്രഷറർ, സെക്രട്ടറി, എല്ലാവരുടെ അടുത്തും ഇവർ 2 പേരുമാണ്. സെക്രട്ടറിയും ട്രഷറുമാണ്. ഇത് തുടങ്ങിയ സമയത്ത് ഇവിടെ ഇവരെല്ലാരും തൂത്തോണ്ടൊക്കെ ഇരിക്കുന്നു ഇവിടെ. ഇവര് 2ആണ് കൂടുതൽ സമയം വീടിന് വേണ്ടി ഇവിടെ നിന്ന് ചെയ്യിക്കുക എല്ലാം. യഥാർത്ഥത്തിൽ നമ്മൾ ഇത്ര പെട്ടെന്ന് തീരും എന്നുള്ളത്. സാറിന് നമ്മളൊരു വീട് വെച്ച് കഴിഞ്ഞാൽ എന്തുമാത്രം താമസം എടുക്കും. പക്ഷേ ഇത് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായെങ്കിലും പക്ഷേ നമ്മൾ വിജയിച്ചതിനേക്കാളും എളുപ്പം ഇതിൻ്റെ പണി തീരാൻ കഴിഞ്ഞു. എല്ലായിടത്തും പിന്നെ ഇത് കണ്ടിട്ട് എല്ലാവരും അതൊരു മാതൃകയാക്കിക്കൊണ്ട് നല്ല രീതിയിൽ കൂട്ടുകാരെ സഹായിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നാണ്. സന്തോഷ നിമിഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. നമ്മുടെ ഒരു സ്കൂൾ ഗ്രൂപ്പിനകത്ത് ഇങ്ങനൊരു വീട് വെച്ച് കൊടുക്കുക എന്ന് പറയുമ്പം എൻ്റെ അറിവിൽ ഈ അടുത്ത സമയത്തൊന്നും ഇങ്ങനൊരു സംഭവം കേട്ടിട്ടില്ല. അപ്പോൾ ഇത് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റിയത് വളരെ സന്തോഷത്തിലാണ്. അപ്പം ബാക്കിയുള്ളവരും നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സ്കൂൾ ഗ്രൂപ്പുകാർ ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഞങ്ങളൊരു മാതൃകയാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാൻ. ഇത് മറ്റുള്ള എല്ലാ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മകളും മാതൃകയാക്കി
അവരുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണമെന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. പാലുകാച്ചിന് വേണ്ടിയിട്ട് വന്നു തീർച്ചയായിട്ടും കൂട്ടുകാരിയുടെ വീട് അങ്ങനെയല്ല ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. പിന്നെ ഇത് ഭയങ്കര സന്തോഷമല്ലേ, ഇതിനുവേണ്ടി മാത്രമായിട്ട് ഏറ്റവും കൂടുതൽ ഞങ്ങൾ 2-3 പേരുണ്ട്. വേറെ ഞങ്ങൾ 2 പറഞ്ഞാൽ ഇതിനു വേണ്ടി വരാൻ വേണ്ടി മാത്രം. ഇത് ഞങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ ഒരു ഭാഗമാണ്. എൻ്റെ ഇത്രയുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നത്. പിന്നെ പറയാൻ എന്തുവാ, അതല്ല അങ്ങനെയല്ല, ഇതൊരു ചിന്ത. ഈ ചർച്ച വന്നു കഴിഞ്ഞാണ് ഞങ്ങൾ ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുന്നത്. പിന്നെ അത് ഡെവലപ്പായി ദൈവം സഹായിച്ച് ഇവിടെ എത്തി. ഞങ്ങൾ ഹാപ്പിയാണ്. ഞങ്ങൾക്ക് പറ്റൊന്നും പറയാനില്ല. ഇതിനകത്ത് പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്, പക്ഷേ അതൊന്നും ഇപ്പോൾ പറയാനില്ല. പക്ഷേ ഞങ്ങളുടെ കൂട്ടുകാരുടെ ഒരു കൂട്ടായ്മയുടെ വിജയമാണ്. ഫലമായി എനിക്കൊരു വീടായി. അത് മറ്റുള്ള ഗ്രൂപ്പുകൾക്കും എല്ലാം ഇതൊരു മാതൃകയാക്കാനാണ് ഇത്. നമ്മൾ ഇത്രയും ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയാണല്ലോ ഇത് ചെയ്യുന്നത്. അത് എനിക്ക് എൻ്റെ ആഗ്രഹമാണ്. അതുപോലെ തന്നെ എൻ്റെ മക്കളോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അവരെയും കൂടെ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം അങ്ങനെ ഒരു നിർദ്ദേശം അതിനകത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ മക്കളെയും കൂടി ഈ ഗ്രൂപ്പിലൂടെ ആഡ് ചെയ്യണം. ഇപ്പോഴല്ല, ഓരോരുത്തര കാലം കഴിയുമ്പോൾ. അപ്പം മക്കളോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് കഴിയുന്ന സഹായങ്ങൾ അവർ രക്ഷപ്പെടുന്ന സമയത്തായാലും എൻ്റെ ഗ്രൂപ്പിലൂടെ അവർക്ക് നൽകണം. നമുക്ക് കിട്ടിയ സഹായം ഒരിക്കലും മറക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതെന്നും ഇതൊരു പറഞ്ഞാൽ എന്താ പറയുക, ഇതിന് സ്നേഹവീട്. അതിലപ്പുറം അതെന്നും കാത്തു സൂക്ഷിച്ചു വയ്ക്കും. ഇത്രയും